ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൊത്തു ചപ്പാത്തിയാണ്. അതിനായി 6 ചപ്പാത്തി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. 6 ചപ്പാത്തി ഉണ്ടെങ്കിൽ 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഐറ്റമാണിത്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് എടുക്കണം. കുറച്ച് വെജിറ്റബിൾസ് ഇതിനായി ആവശ്യമുണ്ട്. 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ചൂടായ പാനിലേക്ക് മുട്ട കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. മുട്ട മുരിഞ്ഞു പോകാതെ ചിക്കിയെടുക്കണം. മുട്ട ചിക്കിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. നന്നായി വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. രണ്ട് പച്ചമുളക് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റും ഒരു മീഡിയം സൈസ്ഡ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നടുവിലായി ഇതുപോലെ സ്പേസ് ഉണ്ടാക്കി ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മൊരിഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അവസാനമായി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചിക്കിയത് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർക്കാം. ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കുക.
കുറച്ച് മല്ലിയില ചേർക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കൊത്തു ചപ്പാത്തി തയ്യാറാക്കാവുന്നതാണ്. വളരെ ഈസിയാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും കൊത്തു ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് അവർ ചാനൽ.